ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത തിയറത്തിലേക്ക് നമ്മൾ കടക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഒരു വൃത്തത്തിലെ അല്ലെങ്കിൽ സർക്കിളിലെ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ, അത് കൂട്ടിമുട്ടിക്കുന്ന വരക്കാണ് നമ്മൾ എന്താ പറയുക, കോഡ് ഞാൻ എന്ന് പറയുക. എന്നാൽ ഈ ഞാൻ അഥവാ ഈ കോഡ് സെന്റർ ഓഫ് സർക്കിൾ, ഇതാണ് സെന്റർ ഓഫ് സർക്കിൾ എങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഞാൻ എന്ത് പറയുക, ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുക. അപ്പൊ ഇതൊന്നും തന്നെയാണ് ഒരു ഞാനാണ്, കാരണം വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ്, സർക്കിളിലെ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ്. അപ്പൊ ഇതും എന്താണ്, ഞാൻ തന്നെയാണ്. അപ്പൊ വൃത്ത കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഞാൻ എന്ത് പറയുക, ഡയമീറ്റർ അഥവാ വ്യാസം. അപ്പൊ ഇതൊരു ഞാൻ ഡയമീറ്റർ ആണ്, ഇതൊരു ഡയമീറ്റർ ആണ്, ഇതൊരു ഡയമീറ്റർ ആണ്, ഇതൊരു ഡയമീറ്റർ ആണ്. അപ്പൊ വൃത്ത കേന്ദ്രത്തിൽ കൂടിയിട്ടാണോ ഒരു ഞാൻ പോകുന്നത്? ഞാനാണെങ്കിൽ എന്താണ്, വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് ആയിരിക്കണം. ആ ഞാൻ വൃത്ത കേന്ദ്രത്തിൽ കൂടി സെന്റർ ഓഫ് സർക്കിളിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ അതെന്തുമാണ്, ഡയമീറ്റർ ആണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നീളം കൂടിയ ഞാനാണ് എന്ത്, ഡയമീറ്റർ അഥവാ വ്യാസം. ഏറ്റവും നീളം കൂടിയ ഞാൻ, ലോങ്സ്റ്റ് കോഡ് ഇൻ ദ സർക്കിൾ ഈസ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കാം. വൃത്ത കേന്ദ്രത്തിലൂടെ കൂടി കടന്നു പോകുന്ന ഞാണുകളാണ് വ്യാസങ്ങൾ. ഞാണുകളാണ് വ്യാസം. Diameters of a circle are chords through the center of circle. അടുത്ത പോയിന്റ് ഏതാ? ഒരു വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാൻ വ്യാസമാണ്. Diameters are the longest chords. ഇനി നോക്കാം, ഇതാണ് സെന്റർ ഓഫ് സർക്കിൾ, വൃത്തകേന്ദ്രം. ഇവിടെ ഏറ്റവും നീളം കൂടിയത് എന്താണ്? ഏറ്റവും നീളം കൂടിയ ഞാൻ ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ്. ഇനി ഇതേ നീളം ഉണ്ടാവില്ല നമ്മൾ കുറച്ച് അപ്പുറത്ത് വരച്ചാൽ, ഇതിനേക്കാൾ നീളം കുറയും. പിന്നെയും വരച്ച പിന്നെയും നീളം കുറയും, പിന്നെയും നീളം കുറയും അല്ലേ? നോക്കിയേ, നിങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അതായത് സെന്റർ ഓഫ് സർക്കിളിൽ നിന്നും അകന്നകന്ന് പോകുന്നതോറും എന്ത് ചെയ്യും, ലെങ്ത് ഓഫ് കോഡ് ഞാനിന്റെ നീളം കുറഞ്ഞു വരും. അപ്പൊ ഇവിടെ ഉള്ള അത്ര നീളം ഇതിനുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വന്നു, അതിനേക്കാളും അകന്നു, അപ്പോൾ കുറച്ചും കൂടി നീളം കുറഞ്ഞു. പിന്നെ അകന്നപ്പോ പിന്നെയും നീളം കുറഞ്ഞു, പിന്നെ അകന്നപ്പോ പിന്നെയും നീളം കുറഞ്ഞു. ഇവിടെ അങ്ങനത്തെ. അപ്പൊ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സെന്റർ ഓഫ് സർക്കിളിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ നിന്നും അകലം തോറും ഞാനിന്റെ നീളം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതൊന്നും എഴുതാം. വൃത്ത കേന്ദ്രത്തിൽ നിന്നും അകലും തോറും ഞാനിന്റെ നീളം കുറയുന്നു. As the chords move away from the center, the length of chord decreases. ഇതൊക്കെ കുറച്ച് സബ് പോയിന്റാണ്. അപ്പൊ വൃത്തത്തിൽ നിന്ന് അകലം തോറും വൃത്തത്തിന്റെ നീളം കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മുടെ തിയറത്തിലേക്ക് വരുന്നത്. ഞാണിന്റെ നീളത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ രണ്ട് ഞാണുകൾ സെന്റർ ഓഫ് സർക്കിളിൽ നിന്നും അകലും തോറും ഞാണിന്റെ നീളം കുറയുന്നു പറഞ്ഞു. രണ്ട് ഞാണുകൾ വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും എന്താണ്, ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്നുള്ള ഞാണിന്റെയും സി ഡി എന്നുള്ള ഞാണിന്റെയും ലെങ്ത് തുല്യമായിരിക്കും. ഇത് എ ബി 10 ആണെങ്കിൽ സി ഡി എന്തായിരിക്കും, സി ഡി 10 ആയിരിക്കും. എ ബി 15 ആണെങ്കിൽ സി ഡി എന്തായിരിക്കും, 15 ആയിരിക്കും. പക്ഷെ എന്താണ് കണ്ടീഷൻ, എന്താണ്, വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലമായിരിക്കണം ഉണ്ടാവുന്നത്. ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ. അപ്പൊ വൃത്ത കേന്ദ്രത്തിൽ നിന്നും സെന്റർ ഓഫ് സർക്കിളിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡ്സ്, തുല്യ അകലത്തിലുള്ള രണ്ട് ഞാണുകൾ തമ്മിലുള്ള രണ്ട് ഞാണുകൾ, അവയുടെ ലെങ്ത്, അവയുടെ നീളം എന്തായിരിക്കും, തുല്യമായിരിക്കും. അതൊന്നും എഴുതാം. വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലുള്ള ഞാണുകൾക്ക് ഒരേ നീളമാണ്. വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലുള്ള ഞാണുകൾക്ക്
ഒരേ നീളമാണ്. Chords at same distance from the center are of same length. Okay, നമ്മൾക്ക് ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ അത് തെളിയിക്കാൻ പറ്റും. നമ്മൾ എഴുതാം. രണ്ട് ഞാണുകൾ, 2 chords. ഓക്കെ, തുല്യ നീളമുള്ള വരക്കണ്ടേ കുറച്ച്. ഇത് രണ്ട് തുല്യ നീളമാണെന്ന് വിചാരിക്കും. ഓക്കെ, ABCD നമുക്ക് തെളിയിക്കാനാണ്. ഇതാണ് വൃത്തകേന്ദ്രം, ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 90 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും വരക്കുക. അതാണ് 90. അതായത് ലംബമാണ് ഏറ്റവും പെർപെൻഡിക്കുലർ ആണ് ഒരു ഞാണിലേക്കുള്ള ഡിസ്റ്റൻസ്, അഥവാ അതിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വരക്കാം. ഇതാണ് O. ഓക്കെ, 2 chords AB and CD, രണ്ട് ഞാണുകൾ CD. O വൃത്തകേന്ദ്രം, OA. ഓക്കെ, ഇതിന് നമ്മൾ P എന്ന് പേരെടുക്കാം, ഇതിന് Q എന്ന് പേരെടുക്കാം. OP പെർപെൻഡിക്കുലർ ടു OP എന്താണ്, AB എന്നുള്ള ഞാണിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു AB, അഥവാ OPക്ക് ലംബം, ABക്ക് ലംബമാണ് OP. അത് നമ്മൾ എഴുതാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. OP പെർപെൻഡിക്കുലർ ടു AB ഇങ്ങനെ എഴുതാം. OP ABക്ക് ലംബമാണെന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ, അതേപോലെ നമ്മൾക്ക് എന്ത് എഴുതാം, OQ പെർപെൻഡിക്കുലർ ടു CD. ഓക്കെ, OQ CDക്ക് ലംബമാണ്. ഓക്കെ, CDക്ക് ലംബമാണ്. ഓക്കെ, അത് ക്ലിയർ ആയി. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ OC OA യോജിപ്പിക്കുക. ജോയിൻ OC, OA. OC OA യോജിപ്പിക്കുക. അപ്പം അങ്ങനെ യോജിപ്പിച്ചു. നമ്മൾക്കറിയാം വൃത്തകേന്ദ്രമാണ് O. A എന്നുള്ളത് വൃത്തത്തിലെ പോയിന്റ്, C എന്നുള്ളത് വൃത്തത്തിലെ പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ OA എന്നുള്ളതും OC എന്നുള്ളതും എന്താണ്, ആരമാണ് അല്ലെ. OA ഈക്വൽ ടു OC, കാരണം ആരം റേഡിയസ്. അപ്പൊ അതൊക്കെ. പിന്നെ നമ്മൾക്കറിയാം എന്ത്, തുല്യ അകലത്തിലാണെന്ന് പറഞ്ഞു അല്ലെ. ഈ OPയും OQയും എന്താണ്, നമ്മൾക്ക് എന്താണ് പറയുന്നത്, നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലില്ല. ഓക്കെ, അപ്പോ ഒരേ അകലത്തിലാണ് ABയും ഉള്ളത്, CD യും ഉള്ളത്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലാണ് AB ഉള്ളത്, CD ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതാണ് അകലം. OP എന്നുള്ളതാണ് AB-യിലേക്കുള്ള അകലം, OQ എന്നുള്ളതാണ് CD-യിലേക്കുള്ള അകലം. അപ്പൊ നമുക്ക് പറയാം OP ഈക്വൽ ടു OQ എന്ന് പറയാം. കാരണം ഇത് രണ്ടും ഒരേ വൃത്തകേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലാണുള്ളത്. ഇവിടുന്ന് എത്രയാണ് ദൂരം, അത് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടും. ഓക്കെ, അപ്പൊ അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, OP ആണ്. OP സമം OQ, ഒരേ അകലത്തിൽ സെയിം ഡിസ്റ്റൻസ്. അപ്പൊ നോക്കാം. പിന്നെ നമ്മൾക്ക് എന്തറിയാം, കോൺ P ഈക്വൽ ടു കോൺ Q ഈക്വൽ ടു എന്താണ്, 90 ഡിഗ്രി. ഇതെന്താണ്, ത്രികോണം OAP. അതുകൊണ്ട് പറയാം ത്രികോണം OAP, ത്രികോണം OCQ. മട്ടത്രികോണങ്ങളാണ് അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾക്ക് പറയാം ഇതിലെ രണ്ട് സൈഡ് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. നമ്മളിവിടെ നോക്കിയപ്പോൾ OPയും OQയും തുല്യമാണ് നമ്മൾ പറഞ്ഞു. OPയും OQയും തുല്യമാണ്. അതേപോലെ OAയും OCയും തുല്യമാണ് പറഞ്ഞു. OAയും OCയും തുല്യമാണ്, അതും ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന്റെ മൂന്നാമത്തെ സൈഡ്, ഇത് രണ്ടും തുല്യാണ്, ഇതും തുല്യാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ സൈഡ് ഏതാണ്, ഈ ത്രികോണത്തിന്റെ CQയും
എ പിയും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, സി ക്യു സമം എ പി. അതുകൊണ്ട് നമ്മൾ എഴുതാം if two sides of a right angle triangles are equal, if two sides of a right angle triangle are equal, എഴുതാം if two sides of a right angle triangle are equal, then the third side also will be equal, then the third side also will be equal. ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായാൽ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. രണ്ട് മട്ടത്രികോണങ്ങളുടെ രണ്ട് വശങ്ങൾ തുല്യമായാൽ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, സി ക്യു ഈക്വൽ ടു എന്ത് എഴുതാം, എ പി എഴുതാം. സി ക്യു ഈക്വൽ ടു എ പി എഴുതാം. പക്ഷെ നമ്മൾക്ക് തെളിയിക്കേണ്ടത് എന്താണ്, ഈ രണ്ട് ഞാണുകൾ തുല്യമാണെന്നാണ്. എ ബി എന്നുള്ള ഞാണും നമുക്ക് തെളിയിക്കേണ്ടത് എ ബി ഈക്വൽ ടു സി ഡി എന്നാണ്. ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മളിപ്പോ എത്ര എത്തിയുള്ളൂ, സി ക്യു ഈക്വൽ ടു എ പി എന്നുള്ളതിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾക്ക് അറിയുന്ന വേറൊരു കാര്യമുണ്ട്, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. The perpendicular from the center of a circle to a chord bisects the chord. അല്ലേ, ബൈസെക്ട് ചെയ്യും, രണ്ട് തുല്യ ഭാഗങ്ങളാകും എന്ന് പറഞ്ഞാൽ എ പിയും പി ബി എന്തായിരിക്കും, സമമായിരിക്കും. അപ്പൊ നമ്മൾക്ക് എന്താ പറയാം, എ പിക്ക് നമ്മൾ എഴുതാം the perpendicular from the center of a circle to a chord bisects the chord. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, എ പി എന്നുള്ള എന്താണ്, ഓക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി. ഒ പി എന്നുള്ളത് എന്താണ്, ഒ പി എന്നുള്ളത് എ ബിക്ക് ലംബമാണ്. അപ്പൊ എ ബി എന്നുള്ളത് എന്താണ്, ഞാനാണ്. അപ്പൊ എ ബി എന്നുള്ള ഞാൻ എന്ത് ചെയ്യും, പകുതിയാകും. അതായത് എ പി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഹാഫ് എ ബി എന്ന് പറയാം. എ പി ഈക്വൽ ടു, അതേപോലെ തന്നെ പി ബി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഹാഫ് എ ബി. ബി ബി ഈക്വൽ ടു എ ബി ഈക്വൽ ടു ഹാഫ് എ ബി. ബി ബിയും എ പിയും രണ്ടെന്തായിരിക്കും, ഇതിന്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇത് രണ്ടും 10 ആണെങ്കിൽ ഇത് 5 ഉണ്ടാവും, ഇത് 5 ഉണ്ടാവും. ഓക്കെ, അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ എ പിയും തുല്യായി, പി ബിയും തുല്യായി. പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്താം, ഒ ക്യു പെർപെൻഡിക്കുലർ ടു സി ഡി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, സി ക്യു ഈക്വൽ ടു, അതേപോലെ ക്യു ഡി ഈക്വൽ ടു എന്ത് പറയാം, ഹാഫ് സി ഡി എന്ന് പറയാം. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി എന്ത് തെളിയിച്ചിട്ടുണ്ട്, സി ക്യു സമം എ പി തെളിയിച്ചിട്ടുണ്ട്. അപ്പോ സി ക്യു സമം, അപ്പൊ എ പിക്ക് പകരം നമുക്ക് എന്ത് ചെയ്താം, എ പി എന്താണ്, ഹാഫ് എ ബി ആണ്. അപ്പൊ എ പി സമം സി ക്യു നമുക്ക് അറിയാല്ലേ, എ പി സമം സി ക്യു എന്നാണെന്ന് നമുക്കറിയാം. എ പി എന്താണ്, ഹാഫ് എ ബി ആണ്. സി ക്യു എന്താണ്, ഹാഫ് സി ഡി ആണ്. ഓക്കെ, ഹാഫും പോയി. അപ്പൊ എന്തായി, എ ബി സമം സി ഡി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് തെളിയിക്കുക. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തിയാണ്. പിന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടത് സെയിം മാനറിൽ തന്നെയുള്ള. അപ്പൊ ഈ പാഠം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു ദിവസം 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരേപോലെ തന്നെയാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോ പോയിന്റ്സും വളരെ വ്യക്തമായിട്ട് മെല്ലനെ ചെയ്ത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാനുള്ള എബിലിറ്റി വരും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യും.